സംസ്ഥാന നേതൃത്വത്തെ തള്ളിയുള്ള ഡോക്ടർ ശശി തരൂരിന്റെ നിലപാട് ഹൈക്കമാൻഡ് ഇടപെടൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നാണ് സൂചന. പ്രശ്നത്തിൽ ഹൈക്കമാൻഡ് ഇടപെടുമ്പോൾ തന്റെ വിയോജിപ്പ് രേഖപ്പെടുത്താനാണ് തരൂരിന്റെ ശ്രമം. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഒറ്റപ്പെടുത്തുന്നുവെന്ന പരാതി ശശി തരൂരിനുണ്ട്. വ്യവസായ വകുപ്പിനെ പുകഴ്ത്തിയുള്ള ശശി തരൂരിന്റെ ലേഖനം അബദ്ധവശാൽ സംഭവിച്ചതല്ലെന്നാണ് സൂചന. സംസ്ഥാനത്ത് വിവാദമുണ്ടാവുകയും അതുവഴി ഹൈക്കമാൻഡിന്റെ ശ്രദ്ധ ഇവിടേക്ക് എത്തിക്കുകയുമാണ് തരൂർ ലക്ഷ്യമിട്ടത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ തന്നെ സംസ്ഥാന നേതാക്കൾ പരിഗണിക്കുന്നില്ല എന്നതാണ് തരൂരിന്റെ പരാതി. പ്രോട്ടോകോൾ പ്രകാരം AK ആന്റണിക്ക് ശേഷം സംസ്ഥാനത്ത് പരിഗണിക്കേണ്ടത് തന്നെയാണെന്നാണ് ശശി തരൂരിന്റെ നിലപാട്. അതുണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, പാർട്ടി വേദികളിൽ പോലും തരൂരിന് അവസരം ലഭിക്കുന്നില്ല. പലപ്പോഴും ക്ഷണിതാവായി യോഗത്തിൽ വന്നിരുന്ന ശേഷം സംസാരിക്കാൻ പോലും അവസരം ലഭിക്കാതെ മടങ്ങുകയാണ് പതിവ്. രമേശ് ചെന്നിത്തലയ്ക്കും കൊടിക്കുന്നിൽ സുരേഷിനും സംസാരിക്കാൻ അവസരം ലഭിക്കുന്നിടത്ത് എന്തുകൊണ്ട് തനിക്ക് ലഭിക്കുന്നില്ല എന്നതാണ് തരൂർ ഉയർത്തുന്ന പ്രധാന ചോദ്യം. ഇന്ദിരാഭവനിൽ സ്വന്തമായ ഒരു മുറി ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചില്ല. ഇത് സംസ്ഥാന നേതൃത്വത്തിനെതിരായ തരൂരിന്റെ പരാതിയാണ്. ദേശീയ നേതൃത്വവുമായും ചില അകൽച്ചകൾ ശശി തരൂരിനുണ്ട്. രാഹുൽ ഗാന്ധിയുമായി കൂടിയാലോചനയ്ക്ക് സമയം ചോദിച്ചിട്ട് പോലും ലഭിച്ചില്ല. ഇക്കാര്യങ്ങളെല്ലാം ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് തരൂരിന്റെ ലക്ഷ്യം. 24 തിരുവനന്തപുരം.